ഇന്നത്തെ സ്പെയിനിലെ റെസ്റ്റായിട്ടോ. ഇപ്പോൾ ട്രക്ക് പാർക്ക് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഒരുപാട് വണ്ടികളൊന്നുമില്ല. ഒരു പമ്പിനോട് ചേർന്നിട്ടുള്ള കാണുന്നതാണ് കേട്ടോ പമ്പിൻ്റെ സൈൻ. അത് വ്യക്തമല്ല, അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ക്ലിയർ ആവുള്ളൂ. ഇവിടെ ഒരു എക്യുപ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന സാധനം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന, വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പീരങ്കി പോലെയൊക്കെ ഉണ്ട്. ഒന്ന് അടുത്ത് ചെന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഐറ്റം. ഈ കാണുന്ന പോലെ 2 ഹൈഡ്രോളിക്കിൻ്റെ കാലുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ JCB കാണുന്ന പോലത്തെ കാലുകൾ. അതുപോലെ അതിൻ്റെ ഒരു ആം. ഈ ആമിൻ്റെ അറ്റത്ത് തടികളും കാര്യങ്ങളൊക്കെ എടുത്ത് ലോഡ് ചെയ്യാൻ വണ്ടിയിലേക്ക് സഹായിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ഈ സാധനം അധികം ട്രക്കുകളിലാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരു ട്രക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ട്രക്കിലേക്ക് ഇത് ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്ന സാധനമാണ്. ഇവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിലർ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. ഇതിനകത്ത് ഈ സാധനം നടുക്കിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വണ്ടികളിലേക്ക് കയറ്റി വെച്ചിട്ട് വണ്ടിയിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഡ്രൈവറിന് തന്നെ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണിത്. കൂടുതലായിട്ട് മരത്തടികൾ കൊണ്ടുപോകുന്ന വണ്ടികളിലാണ് ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് അധികം കാണുന്നത്. ഇവിടെ കുറേ ടിപ്പറുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. വാല് മാത്രമേ ഉള്ളൂ, തലയൊക്കെ ഊരിക്കൊണ്ട് പോയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ വശത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാലിലും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് കണ്ടറിയാം അത് മരം കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അതിൻ്റെ അറ്റത്ത് ഈ എക്യുപ്മെൻ്റ് ഉണ്ട്. ഇതാണ് സാധനം. മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇതധികം കാണുന്നത് സ്പെയിനിലാണ്. സ്പെയിനിൽ മാത്രമാണ് ഞാനിങ്ങനെ വണ്ടിയിൽ ഇത് വെച്ചുകൊണ്ട് പോകുന്നത് അധികവും കണ്ടിട്ടുള്ളൂ. ജർമ്മനിയിലും ഉണ്ട്. ജർമ്മനിയിലുള്ളതെല്ലാം വണ്ടിയിൽ തന്നെ ഫിക്സഡ് ആണ്, ഇതുപോലെ പോർട്ടബിൾ അല്ല.